എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പാഠം 33 ഇന്നലെ നമ്മൾ നോക്കിയത് ഓങ്കാരത്തിന്റെ ആ ഒരു അനുഭവം. യഥാർത്ഥത്തിൽ ഓങ്കാര അനുഭവമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് ആദ്യം ശക്തി ചലിച്ചു പൊന്തുമ്പോൾ ഉണ്ടാകുന്ന സ്പന്ദനത്തിന്റെ പ്രതീകം അത് ഓം എന്നാണ്. അതുകൊണ്ടാണ് ഓങ്കാരം ജപിച്ച് തിരിച്ച് നമുക്ക് ബ്രഹ്മത്തിൽ എത്തിച്ചേരാം എന്ന് പറയുന്നത്. ഗുരു അതിന് സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം എന്നാണ്. എല്ലാ ശബ്ദങ്ങളും അവസാനിക്കുന്ന സ്ഥലം അത് സത്താണ്, അതാണ് ബ്രഹ്മം, അത് അവസാനം പ്രകാശ സ്വരൂപമാണ്, അതായത് ഉണ്മ സ്വരൂപമായത് എന്നർത്ഥം. അത് കഴിഞ്ഞു ഇപ്പൊ ഇന്ന് ആത്മാവും ബ്രഹ്മവും ആണ്. ആത്മാവ് എന്നത് ഞാൻ തന്നെ എന്നാണ് ഗുരു ഇവിടെ പറയുന്നത്. അപ്പൊ ഞാനും ബ്രഹ്മവും എന്നാവും. അതാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. ജീവബ്രഹ്മ ഐക്യം നമ്മൾ എത്തുകയാണ്, അതിലോട്ട് എത്തിച്ചേരുകയാണ്. ഏതൊരു ആധ്യാത്മിക ഗ്രന്ഥത്തിന്റെയും യഥാർത്ഥത്തിലുള്ള ആ ഒരു സന്ദേശം ആ ജീവനെ ബ്രഹ്മത്തിലെത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എത്തിക്കുന്നെങ്കിൽ മാത്രമേ അത് യഥാർത്ഥത്തിൽ ആധ്യാത്മിക ഗ്രന്ഥം ആകുന്നുള്ളൂ. ഇവിടെ നോക്കൂ, തുടക്കം മുതൽ നമ്മൾ ഞാൻ ആര് എന്ന് അന്വേഷിച്ചു തുടങ്ങി അവസാനം എത്തിച്ചേരാൻ പോകുന്നത് ആത്മാവും ബ്രഹ്മവും എന്താണെന്നറിഞ്ഞ് അത് രണ്ടും ഒന്നാണെന്നറിഞ്ഞ് അവസാനം ആ പൂർണ്ണത്തിൽ ആഴാം വാഴാം എന്നാണ്. നമ്മുടെ ഗതിയും അത് തന്നെ. ആ പോക്ക് എങ്ങോട്ടാണോ നമ്മൾ പോകുന്നത് അത് യഥാർത്ഥത്തിൽ നിർവ്വാണത്തിലോട്ടാണ്. അതായത് ബ്രഹ്മം ആയിത്തീരുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ആത്മസാക്ഷാത്കാരം, ബ്രഹ്മസാക്ഷാത്കാരം. അത് തന്നെയാണ് നിർവ്വാണത്തിന്റെ അനുഭവം. അനുഭവത്തിൽ അദ്വൈതാനുഭൂതി ഒന്നേ ഉള്ളൂ എന്ന് അവസാനം അനുഭവിക്കും. എന്തായാലും അത് എത്തിച്ചേരുമ്പോ ആ അനുഭൂതിയെ നമുക്ക് വിശദീകരിക്കാം ഒന്നുകൂടി. ഇവിടെ ഇപ്പൊ ആത്മാവും ബ്രഹ്മവും എന്താണ് എന്നാണ്. അപ്പോ ഹരി പറഞ്ഞു, ഓമിനെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് കൂടുതൽ വ്യക്തമാകാൻ മാണ്ഡൂക്യ ഉപനിഷത്ത് പഠിച്ചേ തീരൂ എന്ന് തോന്നുന്നു എന്നാണ്. എപ്പോഴും നമ്മൾ മറ്റുള്ള ഉപനിഷത്തിന്റെ സഹായം ആശ്രയിക്കുന്നത് നല്ലതായിരിക്കും, സഹായം തേടുന്നത് നല്ലതായിരിക്കും. കാരണം ചിലതിനെയെല്ലാം നമ്മുടെ ഉള്ളില് അനുഭവിച്ച് സാക്ഷാത്കരിക്കാൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങളൊക്കെ വേണ്ടിവരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ലൗകികത്തിൽ ശീലിച്ചു പോയതുകൊണ്ട് പലപ്പോഴും നമുക്ക് വേദാന്തത്തിന്റെ ആവിഷ്കാരം പെട്ടെന്ന് ബുദ്ധിക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന അത്രയും ശ്രവണം ചെയ്യണം. ആ ശ്രവണത്തിനെ മനനം ചെയ്യാനുള്ള ആ ദൃഷ്ടാന്തത്തിന്റെ സഹായത്തോടുകൂടി, ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ഉദാഹരണം എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെ പല പല ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മൾ യുക്തി ചിന്തിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി മാണ്ഡൂക്യ ഉപനിഷത്ത് പഠിച്ചേ തീരൂ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ ഗുരു ഇവിടെ പറഞ്ഞത് ശ്രദ്ധിക്കണം, തീർച്ചയായും പഠിക്കണം എന്നാണ്. ആ ഉപനിഷത്ത് തുടങ്ങുമ്പോൾ തന്നെ ഓം എന്ന അക്ഷരം തന്നെയാണ് സകലതും എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ പറയാൻ പോകുന്നത് ആ രണ്ടെണ്ണം, മാണ്ഡൂക്യ ഉപനിഷത്തും ഈശാവാസ്യ ഉപനിഷത്തും, അത് രണ്ടും എങ്ങനെയാണ് ബ്രഹ്മത്തിനെ വിശദീകരിക്കുന്നത് എന്നാണ്. ഓങ്കാരത്തിനെ എങ്ങനെയാണ് അതുമായി സംബന്ധിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ നല്ലോണം വായിച്ച് നമ്മൾ മനസ്സിലാക്കിയാലേ ഇത് കുട്ടികൾക്കും ഇതിന്റെ ഡിഫറൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. മാണ്ഡൂക്യ ഉപനിഷത്ത് ഓം എന്ന അക്ഷരത്തിൽ തന്നെയാണ് സകലതും എന്ന് പറയും. എന്നിട്ട് ഈ സകലതും ബ്രഹ്മമാണെന്ന് പറയും. ഈ ബ്രഹ്മം ആത്മാവ് തന്നെയാണെന്ന് പിന്നീട് പറയും. അപ്പോ ഓങ്കാരത്തിൽ തുടങ്ങി ബ്രഹ്മത്തിലൂടെ ആ ബ്രഹ്മം ആത്മാവ് തന്നെയാണെന്നാണ് മാണ്ഡൂക്യ ഉപനിഷത്ത്. അപ്പൊ അവിടെ പറഞ്ഞത് ഓം എന്ന് പറഞ്ഞു, ബ്രഹ്മം എന്ന് പറഞ്ഞു, എന്നിട്ട് ആത്മാവെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിന് മൂന്നിനും സംബന്ധമുണ്ട്. അങ്ങനെയാണ് അതിനെ ബന്ധിപ്പിക്കുന്നത്. ഇനി ഈശാവാസ്യ ഉപനിഷത്താണെങ്കിലോ സകല ലോകത്തിനെയും ആദ്യം പുരുഷനായി കണ്ടു, ആ പുരുഷനെ ആത്മാവായി കണ്ടു, ഈ ആത്മാവിനെ ഓമായി അവസാനം കണ്ടു. എന്നിട്ട് ഉപനിഷത്തിലെ അവസാന മന്ത്രത്തിൽ ഈ ഓമിനെ അഗ്നിയായി കണ്ട് സംബോധന ചെയ്യുന്നുമുണ്ട്. അപ്പോ ഓരോ ഉപനിഷത്തും ഓരോ രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനം ചെയ്യുന്നത്. ഇത് മാത്രമേ ഉള്ളൂ ഉപനിഷത്തുകളുടെ വ്യത്യാസം. പറയുന്നതെല്ലാം ഒരേ വസ്തുവിനെ കുറിച്ചാണ്, പക്ഷെ പല രീതിയിലാണ് പറയുന്നത്, പല കഥാപാത്രങ്ങളിലൂടെയാണ് പറയുന്നത്. ചിലതൊന്നും കഥാപാത്രങ്ങളെ ഇല്ല, ഔപൗരുഷേയങ്ങളാണ്. എഴുതിയ ആളിനെയോ പറയുന്ന ആളിനെയോ അറിയാൻ സാധിക്കില്ല. ഈശാവാസ്യ ഉപനിഷത്ത് അങ്ങനെ ഒരു ഉപനിഷത്താണ്. അതിൽ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഗുരു ആരെന്നോ ശിഷ്യനാരെന്നോ ഒന്നും പറയുന്നില്ല. മാണ്ഡൂക്യ ഉപനിഷത്തും അങ്ങനെയുള്ളതാണ്, ഗുരു ശിഷ്യ ബന്ധം മാത്രമേ പറയുള്ളൂ. അതേസമയം ബൃഹദാരണ്യ ഉപനിഷത്ത്, ചാന്തോക്യ ഉപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, കഠോപനിഷത്ത് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാം അവിടെയെല്ലാം കഥാപാത്രങ്ങളുണ്ട്. അപ്പോ ഇതെല്ലാം നമുക്ക് ആശ്രയിക്കാം. അപ്പൊ ചിലരെല്ലാം ഉപനിഷത്ത് പഠിക്കണം എന്ന് പറഞ്ഞ് എല്ലാ ഉപനിഷത്തുകളിലും തിരയാൻ ശ്രമിക്കും.
അതും അത്ര കണ്ട് വിവേകമല്ല. കാരണം എത്രയോ ഉപനിഷത്തുകളുണ്ട്. 1008 ഉപനിഷത്തുകളുണ്ടെന്ന് പറയുന്നു, 108 ഉപനിഷത്തുകളെ ഉള്ളൂ എന്ന് പറയുന്നു. അതേസമയം 16,000 ഗോപികമാരുടെ എണ്ണം തന്നെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നു. അങ്ങനെ പല പല വ്യാഖ്യാനങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത് 10 ഉപനിഷത്ത് നോക്കിയാൽ മതി, ദശോപനിഷത്ത്. അപ്പോ ദശോപനിഷത്ത് പറഞ്ഞു, ആ 10 ഉപനിഷത്തുകളിൽ തന്നെ ഏറ്റവും പ്രധാനം മാണ്ഡൂക്യോപനിഷത്ത്. അത് പഠിച്ചിട്ട് അത് പിടികിട്ടിയില്ലെങ്കിൽ, അത് മനസ്സിലായില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉപനിഷത്ത് നോക്കാം എന്ന് കണ്ട് സത്യത്തിൽ നമുക്ക് അവിടെ അങ്ങനെ ഒരു ആശ്രയവും തന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ മാണ്ഡൂക്യോപനിഷത്തിനെയും ഈശാവാസ്യ ഉപനിഷത്തിനെയാണ് പറയുന്നത്. ചിലർ ഈശാവാസ്യ ഉപനിഷത്താണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ സമീപിച്ച് ഉൾക്കൊള്ളുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും നമ്മുടെ അനുഭവം. വീണ്ടും വീണ്ടും പറയുന്നു, നമ്മൾ എത്തിച്ചേരേണ്ടത് ബ്രഹ്മാനുഭവത്തിലാണ്, അല്ലാതെ പല നാമരൂപങ്ങളിലല്ല. ഉപനിഷത്തുകൾ പോലും പലപ്പോഴും നാമരൂപങ്ങളുടെ തലത്തിലേ എത്തുന്നുള്ളൂ. നമ്മൾ പഠിക്കുന്നു, പല കഥാപാത്രങ്ങളെ ഉദ്ദാലകനാര്, ശ്വേതകേതുവാര് എന്നൊക്കെ ചോദിക്കുന്നു, എല്ലാം പറയാനറിയാം. അതേസമയം യാജ്ഞവൽക്യൻ മൈത്രേയി സംവാദമാണ് ചിലർ പറയുന്ന. ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് എന്ത് കാര്യം? ഉപനിഷത്തല്ല സത്യവസ്തു, ഉപനിഷത്ത് പരാമർശിക്കുന്നതാണ് സത്യവസ്തു. നമ്മൾ സത്യത്തിലാണ് എത്തേണ്ടത്, ഉപനിഷത്തിലല്ല എത്തേണ്ടത്. സത്യം അറിഞ്ഞ് അനുഭവിക്കുന്ന ഒരാളിന് അവസാനത്തെ അനുഭവം ഉപനിഷത്ത് തന്നെ പ്രഖ്യാപിക്കുന്നു, വേദാഹ അവേദാഹ, വേദങ്ങളെല്ലാം അവേദങ്ങളാവും എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതെല്ലാം ഒരു ദിവസം മറന്നാലേ ഈ സത്യത്തിനെ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ എന്നും പറയുന്നു. അത് അഷ്ടാവക്രഗീത പറയുന്നതാണ്. അഷ്ടാവക്രഗീത ജനകനും അഷ്ടാവക്രമുനിയും തമ്മിലുള്ള സംവാദമാണ്. ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഉപദേശങ്ങളിൽ ഒന്നാണ് അഷ്ടാവക്രഗീത. അതൊക്കെ പറയുമ്പോ വിചാരം ചെയ്തു നോക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ എത്തേണ്ട ലക്ഷ്യം മറക്കുകയേ ചെയ്യരുത്. സത്യത്തിലാണ് എത്തേണ്ടത്. സത്യം എവിടെയാണ്? അത് ഞാൻ തന്നെയാണ്. സത്യം ബ്രഹ്മമാകുന്നുവെങ്കിൽ, സച്ചിദാനന്ദം ബ്രഹ്മമാകുന്നുവെങ്കിൽ, ആ ബ്രഹ്മം ഈ ജീവൻ അത് തന്നെയാകും. ആ ബ്രഹ്മം, ജീവനും ബ്രഹ്മവും ഐക്യം ചേരുന്നതാണ് യഥാർത്ഥത്തിൽ തത്വമസി. അത് നീയാകുന്നു. തത്വം എന്നത്, തത് എന്നത് അത് ബ്രഹ്മം, ത്വം എന്നത് ജീവൻ, അത് നീ. അപ്പൊ നീ ബ്രഹ്മമാകുന്നു എന്നതാണ് അനുഭവം. അതിലാണ് എത്തേണ്ടതെന്ന് മറക്കാതെ യാത്ര തുടരണം. നമ്മളെ യാത്രയുടെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അവിടെ ഞാനും ബ്രഹ്മവും ഒന്നാണ് എന്ന് അറിഞ്ഞു വരാൻ പോവുകയാണ്. ഗുരുജിയുടെ അടുത്ത് വീണ്ടും ഹരി പറയുകയാണ്, അതിനിടയിൽ ആത്മാവ് ബ്രഹ്മം ഇവ കൊണ്ട് അർത്ഥമാക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞാൽ കൊള്ളാം. ഇത് രണ്ടുമാണല്ലോ വേദാന്തത്തിന്റെ മർമ്മത്തിലിരിക്കുന്ന വാക്കുകൾ. ആത്മാവ് ബ്രഹ്മം എന്നാണ്. അപ്പൊ ആത്മാവ് എന്ന് പറയുമ്പോ ഗുരു പറഞ്ഞു, സാധാരണ അർത്ഥത്തിൽ ആത്മാവ് എന്നാൽ ഞാൻ എന്ന് തന്നെ. ആത്മഹത്യ എന്നെല്ലാം പറയുന്നത് അവരവരെ കൊല്ലുക എന്നാണല്ലോ. അതുപോലെ ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരെ അറിയുക എന്നാണല്ലോ. അപ്പോ ഞാൻ എന്നെ അറിയുക എന്നാൽ ഞാൻ ഇന്നാരുടെ മകനായ ഇന്നാര് എന്ന തരത്തിലുള്ള അറിവല്ല. നമ്മൾ മുമ്പും പറഞ്ഞു, അറിവ് എന്നത് പ്രത്യക്ഷമായ അറിവുണ്ട്, പരോക്ഷമായ അറിവുണ്ട്, അപരോക്ഷമായ അറിവുണ്ട്. ഈ മൂന്നിനെയും നമ്മൾ നല്ലവണ്ണം വിചാരം ചെയ്തു നോക്കിയാലേ അറിവ് യഥാർത്ഥത്തിൽ എന്താണെന്ന് പിടികിട്ടു. അപ്പൊ പരോക്ഷമായതോ പ്രത്യക്ഷമായതോ അല്ല എന്റെ അറിവ്. ഞാൻ എന്ന അറിവിനെ ശ്രദ്ധിക്കൂ. എന്താണ് ഞാൻ എന്ന അറിവ്? അത് സ്വയം അറിയുന്നതാണ്. അതുകൊണ്ട് അത് അപരോക്ഷമായ അറിവാണ്. അപ്പൊ വീണ്ടും ഹരി ചോദിച്ചു, അപ്പൊ എങ്ങനെയുള്ള അറിവാണത്? ഉദാഹരണ സഹിതം കുട്ടികൾക്ക് പറയണം. ഇപ്പോ നമ്മൾ പറയുന്നതെല്ലാം, ഈ പേന എന്റേതാണ്, ഈ ഷർട്ട് എന്റേതാണ്. അപ്പോ ഇവിടെ പേനയും ഷർട്ടും ഒന്നും ഞാനല്ല എന്നാണ് അർത്ഥം. എല്ലാം എന്റേതാണ്. നമ്മൾ ഇനി നമ്മളിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. എവിടെയെങ്കിലും നമ്മള് ഞാൻ എന്നത് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ എന്നതല്ല പറയുന്നത്, എല്ലാം നമ്മൾ എന്റേത് എന്നാണ് പറയുക. ഞാൻ എന്നത് നമ്മുടെ അനുഭവം. ബാക്കിയെല്ലാം എന്റെ ശരീരം, എന്റെ ഇന്ദ്രിയങ്ങൾ, എന്റെ മനസ്സ്, എന്റെ ബുദ്ധി, എന്റെ പ്രാണൻ, എന്റെ ജീവാഹങ്കാരം എല്ലാം എന്റെയാണ്. അപ്പൊ ഈ ഞാൻ ആരാണ്? എല്ലാത്തിന്റെ ഉടമയാണ്. എങ്കിലല്ലേ എന്റേതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഉടമ ആരാണ്? ആ ഉടമയാണ് യഥാർത്ഥത്തിലുള്ള ഞാൻ അഥവാ ആത്മാവ് എന്നാണ്. ആ ഗുരു എത്ര മനോഹരമായിട്ട് അത് പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നറിയാമോ? അറിവിന്റെ ആദ്യ പാഠങ്ങള് ഇപ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് ഇതിനെ പ്രകീർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത്ര കണ്ട് വ്യക്തമായി എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ഗുരു എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്വാമി ഇത് ഇത്ര കൃത്യമായിട്ട് എഴുതി വെച്ചു. പക്ഷെ നമ്മളിപ്പോ ഇത് ലളിതമായി ചർച്ച ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പോലും ഇത്ര ഗഹനമായ സത്യത്തിനെ ഈ ഭാഷയിൽ എഴുതാൻ കഴിയുന്നത് വലിയ വലിയ അത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും എങ്ങനെ ഇതിനെ
പുറമെ കൊണ്ടുവന്നിട്ട് അത് എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് പലർക്കും അറിയാൻ പറ്റില്ല. അനുഭവത്തിനെ പറയുക എളുപ്പമല്ല. ആ അനുഭവത്തിനെ അറിയിക്കാൻ ഇതുപോലെയുള്ള സാധാരണ രീതിയിലുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്ന പോലെയുള്ളത്, അതായത് അങ്ങനെ കടുകട്ടിയായിട്ടുള്ള വേദാന്തത്തിന്റെ ആ ഗഹനമായ ദൃഷ്ടാന്തം അല്ല പറയുന്നത്, സാധാരണ ദൃഷ്ടാന്തത്തിലൂടെ പറയുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്ര എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗുരുജി പറയാണ്. അപ്പോ ഹരി അതും ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എല്ലാം എന്റെ എന്ന് പറഞ്ഞ പോലെ എന്റെ ആത്മാവെന്നും പറയാറുണ്ടല്ലോ. അപ്പൊ ഗുരു പറയണു ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ ഇതിനെ ഇങ്ങനെ പറയുമെങ്കിലും ശ്രദ്ധിച്ചു നോക്കണം. എന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ഉടമ ആരാണ്? ഞാൻ തന്നെ. അപ്പോ ഈ ഞാൻ തന്നെയാണല്ലോ ആത്മാവ്. ഞാൻ എന്നതിന്റെ ഉടമസ്ഥതയിൽ അവിടെ ഉള്ളതായി തോന്നുന്നത് എന്താണ്? കണ്ടോ, അവിടെ ഉള്ളതായി തോന്നുന്നത് എന്താണ്? ഞാൻ എന്റെ ആത്മാവ് എന്നൊക്കെ പറഞ്ഞു നോക്കണം. അവിടെ ഉള്ളതായി തോന്നുന്നത് ആ ആത്മാവ് തന്നെയാണ്. അപ്പൊ ഗുരു പറഞ്ഞു, ആ ആത്മാവ് തന്നെയല്ലേ ഉടമയായ ഞാനും? രണ്ടും ഒന്ന് തന്നെയായിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ അവിടെ ഉടമസ്ഥതയിലുള്ള വസ്തു എന്ന ഭേദത്തിന് സ്ഥാനമില്ല എന്നാണ്. അപ്പൊ ഈ രണ്ടും ഒന്നായിരിക്കുന്ന അനുഭവത്തെ പറ്റി ഒന്നും പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സാധാരണയായി നമ്മൾ എന്റെ ആത്മാവ് എന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. വാസ്തവത്തിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. എന്റെ ആത്മാവ് എന്ന് പറയില്ല. ആത്മാവ് എന്ന് ഉദ്ദേശിച്ചാൽ അത് ഞാൻ എന്ന അനുഭവമാണ്, ഞാൻ തന്നെയാണ്. അതുപോലെ ഞാൻ ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നതും തെറ്റാണ്. അറിയുന്ന ആൾ അവിടെ ഞാനാണ്, അതായത് ആത്മാവ് തന്നെ. അറിയപ്പെടുന്നത് ആത്മാവാണ്, ആ ആത്മാവ് തന്നെയാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ അറിയുന്നതും അറിയപ്പെടുന്നതും ഒരാളായിട്ട് പോവും, രണ്ടല്ലാതായിട്ടിരിക്കും. ജ്ഞാതാവും ജ്ഞേയവും ഒരു അനുഭൂതി മാത്രമാണ് ആത്മജ്ഞാനം. അയ്യോ, അത് വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കണം. ഒരു അനുഭൂതി മാത്രമാണ് ആത്മജ്ഞാനം. അത് വിശദീകരിക്കാനേ പറ്റില്ല, അത് ചിന്തിച്ചു നോക്കാവുന്നതല്ല, അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനേ പറ്റില്ല. അതിനെ കാണാൻ പറ്റില്ല, അതിനെ കേൾക്കാൻ പറ്റില്ല, അതിനെ മണത്തറിയാൻ പറ്റില്ല, അതിനെ തൊട്ടു നോക്കാൻ സാധിക്കില്ല, അതിനെ രുചിച്ചറിയാനും പറ്റില്ല. ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അതിനെ സ്പർശിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ്? മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അതിനെ ഗ്രഹിക്കാൻ പറ്റില്ല. അത് ഒരു അനുഭൂതി മാത്രമാണ്. ഉണ്ട് എന്ന എന്റെ അനുഭവം, ഞാൻ എന്ന അനുഭവം ഒരു അനുഭൂതി മാത്രമാണ്. ഇതിനെ നമ്മൾ ധ്യാനിച്ചുറപ്പിക്കണം. ഈ ഞാൻ ആരാണ് എന്ന ചോദ്യത്തോടുകൂടി നമ്മൾ അന്തർമുഖമാകണം. ഉള്ളിൽ തിരയുമ്പോ ഈ ഞാൻ എന്താണ്, ഞാൻ ആരാണ്, സത്യത്തിൽ ഞാൻ എന്താണ് എന്ന ചോദ്യമായിരിക്കും കുറച്ചും കൂടി ഫലം ചെയ്യുന്ന. കാരണം അതിനകത്തൊരു പേഴ്സണാലിറ്റി പോലും വരില്ല. ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു പേഴ്സണെ അവിടെ വരും. പേഴ്സണാലിറ്റി ഇല്ലാതെ ചോദിക്കുകയാണ് ഞാൻ എന്താണ്, എന്താ എന്റെ അനുഭവം, എന്താണ് എനിക്ക് ഞാൻ എന്ന് പറയുമ്പോൾ തോന്നുന്നത്. അതാണ് അതിനെ തിരഞ്ഞ് കണ്ടുപിടിക്കണം. അതാണ് ധ്യാനം. അതിനെ വീണ്ടും വീണ്ടും അന്വേഷിച്ച് ഉറപ്പുവരുമ്പോഴേക്കും അത് അനുഭവമായിട്ട് മാറും. അതിൽ തന്നെ നമ്മൾ ഓർമ്മ നിലനിർത്തിയാൽ അത് സഹജമായി അനുഭവിക്കും. ഇനി ഞാൻ ഇപ്പൊ ഇവിടെ അത് പറയുന്നില്ല, അടുത്തത് കൂടി വായിച്ചിട്ട് പറയാം. അപ്പൊ പറയാണ്, അത് ഉള്ളിലുള്ള ഒരു അനുഭൂതി മാത്രമാണല്ലോ. അതെ, അത് ഹരി ചോദിച്ചതാണ്. അത് ഉള്ളിലുള്ള ഒരു അനുഭൂതി മാത്രമാണല്ലോ എന്നാണ്. നമ്മളെല്ലാം കരുതുന്നത് ഞാൻ എന്നത് നമ്മുടെ ഉള്ളിൽ മാത്രം ഇരിക്കുന്നതാണെന്നാണ്. ആ ഒരു ധാരണയെ ഇപ്പൊ ഗുരു ശരിയാക്കി വ്യാഖ്യാനിക്കും. അപ്പൊ ഗുരു പറഞ്ഞു, അതെ, അനുഭൂതി ഉണ്ടാകുന്നത്, ഞാൻ എന്ന അനുഭൂതി ഉണ്ടാകുന്നത് ബോധത്തിലാണ്. ബോധം തന്നെയാണ് അനുഭൂതിയായി തീരുന്നത്. ഇതാർക്കും ഒരു സംശയമില്ല. ബോധമുണ്ടോ അനുഭൂതിയുണ്ട്, ബോധമില്ലയോ അനുഭൂതിയില്ല. അപ്പോ അതുകൊണ്ട് ആത്മാവ് എന്നത് ബോധമാകുന്ന സത്യവും അനുഭൂതിയുമാണെന്ന് അനുഭവശാലികളായ ഋഷിമാരിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. വേദാന്ത ദർശനമാണ്. ദർശനം എന്ന് പറഞ്ഞാൽ കണ്ടതാണ്. ഋഷി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, കണ്ടതാരാണോ അതാണ് ഋഷി. കണ്ടവൻ എന്നാണ് അർത്ഥം. സത്യവസ്തുവിനെ ദർശിച്ചവനാണ് ഋഷി. ആ ഋഷി പറയണു, ആത്മാവും ഞാൻ എന്ന ബോധമാകുന്ന സത്യവും ഒന്ന് തന്നെ. ബോധമാകുന്ന സത്യവും അനുഭൂതിയും ഒന്ന് തന്നെ. ബോധത്തെ അഥവാ കേവലമായ അറിവിനെ, ആ അറിവിൽ വേറെ ഒന്നുമില്ല, കേവലമായ അറിവ് മാത്രം, ഉണ്ട് എന്ന അനുഭവം മാത്രം, അപരോക്ഷമായ അറിവ് മാത്രം, വേറെ ഒന്നിന്റെ സഹായമില്ലാതെ സ്വയം ഉണ്ട് എന്ന് അനുഭവിക്കുന്ന അറിവ് മാത്രമായ ബോധത്തെ എങ്ങനെയെല്ലാം വിളിക്കും? ജ്ഞാനമെന്നും ചിത്തെന്നും സംവിത്തെന്നും പ്രജ്ഞാനമെന്നും ഒക്കെ വിളിക്കും. ഈ വാക്കുകളെല്ലാം ബ്രഹ്മത്തിനെ പരാമർശിക്കുന്നതാണ്. നമ്മൾ ഭാഗവതത്തിന്റെ ശ്ലോകം എപ്പോഴും ഇവിടെ പരാമർശിച്ച് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. അതായത് വദന്തി തത്വവിദഃ
തത്വം ജ്ഞാനമദ്വയം. വലിയ വിദ്വാൻമാർ എന്തു പറയുന്നു? അതായത് തത്വം എന്നത് ജ്ഞാനമാണ്. ജ്ഞാനം എന്നാൽ ഈ പറഞ്ഞ പോലെ കേവലമായ അറിവ്. അദ്വയം രണ്ടില്ലാത്തത്. പക്ഷെ അതിനെ എന്തെല്ലാം വിളിക്കും ആളുകള്? നാമരൂപങ്ങളിൽ വിളിച്ചു കളയും. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. വേദാന്തികൾ അതിനെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു, യോഗികൾ അതിനെ പരമാത്മാവെന്ന് വിളിക്കുന്നു, ഭക്തന്മാർ അതിനെ ഭഗവാൻ എന്ന് വിളിക്കുന്നു. പക്ഷെ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ജീവബ്രഹ്മ ഐക്യമാണ് വരേണ്ടത്. ജീവാത്മ പരമാത്മ ഐക്യമാണ് യോഗികൾ അന്വേഷിക്കുന്നത്. അതുപോലെ ഭക്തൻ ഭഗവാനെയാണ് അന്വേഷിക്കുന്നത്. ഐക്യം ചേരാൻ, യോഗം ചേരാൻ, ഒന്നായി തീരാൻ. ആത്മാവും ബ്രഹ്മവും. മറക്കണ്ട, നമ്മുടെ അധ്യായത്തിന്റെ പേര് ആത്മാവും ബ്രഹ്മവും എന്നാണ്. ജീവനും ബ്രഹ്മവും, ഞാനും ബ്രഹ്മവും ആണ്. ഇതൊന്നായി തീരണം. അപ്പോ ഇതുപോലെ ഉപനിഷത്തുകളിൽ പറഞ്ഞിരിക്കുന്ന പല നാമരൂപങ്ങളും വാക്കുകളും ഇതിനെ പരാമർശിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അറിവാണ് അഥവാ ചിത്താണ് ഞാൻ അഥവാ ആത്മാവ്. നോക്കൂ, അത് കൊണ്ടുവന്ന് നിർത്തി. ഞാനിനെ കൊണ്ടുവന്ന് ആത്മാവുമായിട്ട് ബന്ധിപ്പിച്ചു. രണ്ടും ഒന്ന് തന്നെ. എന്നിൽ മാത്രമല്ല സകലതിലും സത്യമായിരിക്കുന്നത് ആത്മാവാണ്. എന്നിൽ മാത്രമല്ല ആത്മാവായിട്ടിരിക്കുന്നത്, സകലരിലും ഇരിക്കുന്ന ബോധം, അറിവ് ആത്മാവാണ്. അപ്പോൾ എനിക്ക് ആത്മാവുണ്ട് എന്നല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ളതാണ് സത്യം. പറഞ്ഞു നോക്കണം. ഇതെല്ലാം നമ്മൾ ഭാഷ ഉപയോഗിച്ച് ഇതെല്ലാം പറയണം. ഓരോ വാക്കുകളിലും സത്യം അറിഞ്ഞാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ശരീരമെന്ന് ഒരു ഭാഷയിലും ആരും പറയില്ല. ഒരു ഭാഷയിലും പറയില്ല. ഇംഗ്ലീഷിൽ നോക്കിയാലും, സംസ്കൃതത്തിൽ നോക്കിയാലും, മലയാളത്തിൽ നോക്കിയാലും, ഹിന്ദിയിൽ നോക്കിയാലും, അറിയാവുന്ന ഭാഷകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കും. ഒന്നിലും ആരും ഞാൻ ശരീരം എന്ന് പറയില്ല. എന്റെ ശരീരം എന്നേ പറയുള്ളൂ. മൈ ബോഡി എന്നേ പറയുള്ളൂ. എല്ലായിടത്തും പറയുന്നു. അപ്പോ എല്ലായിടത്തും ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളും വെറുതെ ചോദിച്ചു നോക്കണം, ഞാൻ എന്താണ്? അവിടെ ഒരു ഉത്തരമില്ല. അത് അനുഭവം മാത്രമാണ്. ഞാൻ എന്ന് വരുമ്പോൾ നമുക്ക് ഉണ്ട് എന്ന അനുഭവം. അവിടെ നിന്നാണ് നമ്മൾ പിന്നെ എന്റെ എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോ ഞാൻ ആത്മാവാണ് എന്നുള്ളതാണ് സത്യം. ആത്മാവാണ് സകലതിലും സത്യമായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒരൊറ്റ ആത്മസത്യത്തിന്റെ പല രൂപഭേദങ്ങളോ ഭാവഭേദങ്ങളോ ആണ് സകലതും എന്ന് വരുന്നു. അപ്പൊ എനിക്ക് ഒരു ആത്മാവ് ഉണ്ട് എന്നല്ല തോന്നേണ്ടത്, ഞാൻ ആത്മാവാണ്. ആത്മാവെന്നാൽ അറിവ് എന്ന അർത്ഥം, ബോധം, അനുഭൂതി, അനുഭവം, എങ്ങും ഉണ്ട് എന്ന അനുഭവം. അപ്പൊ സകലതും ഉണ്ട് എന്ന് അനുഭവിക്കുന്നത് ആത്മാവിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ സകലതും അറിവിന്റെ രൂപഭേദങ്ങളായിരിക്കുന്നത് എങ്ങനെയാണ്? ഈ കാണുന്ന കല്ലും അങ്ങനെയാണോ? ചോദ്യമാണ്. അപ്പൊ നമുക്ക് തോന്നും, ഈ ഞാൻ എന്നത് ആത്മാവാണെങ്കിൽ, ആത്മാവ് അനുഭവമാണെങ്കിൽ, ആ അനുഭൂതി എല്ലാത്തിനെയും അറിയിക്കുന്ന ആ അനുഭൂതി, അപ്പൊ ഈ കല്ലും ആത്മാവാണോ എന്നാണ് ചോദ്യം. അപ്പൊ ഗുരു പറയുന്നു, ആണല്ലോ. കല്ല് ഒരു വെറും ജഡവസ്തുവാണ്. അതിന്റെ ജഡതയും മറ്റെല്ലാ ഗുണങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോ കാണുക എന്നത് ഒരു അനുഭവമാണ്. ആലോചിച്ച് നോക്കണം. ഇതെല്ലാം നമ്മൾ കാണുക എന്നത് ഒരു അനുഭവമാണ്. അപ്പോൾ ഒരു അനുഭവത്തിന്റെ രൂപത്തിലല്ലേ ജഡവസ്തുവായ കല്ലിന്റെ ഉണ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമ്മൾ കല്ല് എന്ന് കാണുമ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കല്ല് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? കല്ല് ഉണ്ട് എന്ന അനുഭവമാണ് നമുക്കുള്ളത്. ഇനി വേറെ ഒരു ഉദാഹരണവും നോക്കൂ. മുമ്പിൽ ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ കാണുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനെ എടുത്തിട്ട്, പുസ്തകമാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പുസ്തകം എങ്ങനെയാണ് അറിയുന്നത്? ഉണ്ട് എന്നാണ് അറിയുന്നത്. ഇനി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ നോക്കിയാൽ മതി. ഇതെങ്ങനെയാണ് കാണുന്നത്? എന്താണ് ഇതിന്റെ കാണൽ എന്ന് പറയുന്നത്? അനുഭവമാണ്. മൊബൈൽ ഫോൺ ഉണ്ട് എന്നാണ് എന്റെ അനുഭവം. കാണുക എന്ന പ്രക്രിയയിലൂടെ ഞാൻ ഉണ്ട് എന്ന് അനുഭവിക്കുകയാണ്. ഉണ്ടെന്ന് അനുഭവിക്കണമെങ്കിൽ അത് ബോധത്തിലായിരിക്കണം. അങ്ങനെ ഇതുപോലെയാണ് ഈ കാണുന്ന സകല ഭൗതിക വസ്തുക്കളും അല്ലാത്തതും ഒക്കെ ഇരിക്കുന്നത്. വെളിയിലിരിക്കുന്ന ഈ ഭൗതിക വസ്തു എന്നതുപോലും എല്ലാം ഒരു അനുഭവമാണ്. വെളിയിലിരിക്കുന്ന ഈ കല്ല് എന്നത് എനിക്കും തനിക്കും അറിവിലുണ്ടാകുന്ന അതിന്റെ ഭാവഭേദങ്ങളാണ്. ലോകത്തെ എടുത്താലും അതുണ്ടെന്നോ ഇല്ലെന്നോ ഉള്ളതുപോലും അർത്ഥവത്തായിരിക്കുന്നത് അറിവായിട്ടാണ്. അതായത് ഉള്ളത് അറിവ് അഥവാ ബോധം മാത്രം. അത് തന്നെ ഈ ലോകമായും അതിനെ സംബന്ധിക്കുന്ന അറിവായും അറിയുന്ന നമ്മളായും ഒക്കെ രൂപം പകർന്നിരിക്കുകയാണ്. ഒരു വലിയ സത്യമാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. പക്ഷേ ഇത് നമ്മുടെയൊക്കെ അനുഭവത്തിന്റെ തുടക്കമാണ്. അതിഗംഭീരമായ അനുഭവത്തിന്റെ ആരംഭമാണ് ഈ തുടങ്ങുന്നത്. കാരണം ആരംഭമാണ് എന്ന് പറയാൻ ധ്യാനത്തിന്റെ ആരംഭം.
ആരംഭത്തിലാണ് നമ്മളെല്ലാം അന്വേഷിക്കുന്നത്. ബോധം എന്താണ്? ബോധം എന്നത് അനുഭൂതിയാണ്, അനുഭവമാണ്. എവിടെ അന്വേഷിക്കാം? അവനവനിൽ അന്വേഷിക്കാം. അവനവനിൽ ആരന്വേഷിക്കും? ഞാൻ അന്വേഷിക്കും. അപ്പൊ ഈ ഞാൻ ആരാണ്? ഞാൻ ആത്മാവാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. എന്നിലിരിക്കുന്ന അതേ ആത്മാവ് തന്നെയാണ് ഇവിടെ എല്ലാവരിലും ഇരിക്കുന്നത്, എങ്ങും നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനെയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അനുഭവം, ബോധം, സത്ത്, അത് തന്നെ ഇവിടെ ഉള്ള എല്ലാവരിലും. ചിത്ത്, ബോധസ്വരൂപം അങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സത്തും ചിത്തും ചേർന്ന് ആനന്ദമായി അതെങ്ങും നിറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഹരി പറയാണ്, ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണെന്ന് തോന്നുന്നു, പക്ഷെ എന്തോ അവിശ്വസനീയമായും തോന്നുന്നു. ഇതാണ് നമ്മുടെ എല്ലാ അനുഭവം. അതായത് തുടക്കത്തിൽ ഇങ്ങനെയാണ്. അതുകൊണ്ട് ശ്രദ്ധ വേണം. ശ്രദ്ധ എന്നത് ഗുരുവാക്യങ്ങളിലും അതുപോലെ ഈ പറയുന്ന വേദവാക്യങ്ങളിലുമെല്ലാം നല്ല ഭക്തി, വിശ്വാസം, ഗുരു പറയുന്നതിൽ അങ്ങേയറ്റം സമർപ്പണം, അതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. കാരണം ഇതിനെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളിത് ഉപേക്ഷിച്ചാൽ ഒരു കാരണവശാലും നമ്മൾ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ഈ സത്യം മാത്രമാണ് യഥാർത്ഥ വസ്തുവിനെ തെളിയിപ്പിക്കുന്നത്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് കരുതി നമ്മൾ അസത്യത്തിനെ പിടിച്ചാൽ എന്തു വെച്ചു? അവിദ്യയെ പിടിച്ചാൽ എന്താ സംഭവിക്കുക ഇവിടെ? അതുകൊണ്ട് അജ്ഞാനത്തിൽ നിന്ന് മുക്തമാകണമെങ്കിൽ ഗുരുവാക്യങ്ങളിൽ ശ്രദ്ധ വേണം. വീണ്ടും ഗുരു പറയാണ്, ആദ്യം നമുക്കത് വിശ്വസിക്കാൻ തോന്നുകയില്ല എന്നത് വാസ്തവം. പക്ഷെ എന്നാലും സത്യം അതാണ്. സത്യം അവിശ്വസനീയമായൊരു മഹാശ്ചര്യമാണല്ലോ. നമ്മൾ മഹാശ്ചര്യം എന്ന് പറഞ്ഞ് ഒരു പാഠം പഠിച്ചിട്ടുമുണ്ട്. സകലതുമായി ഭാവം പകർന്നിരിക്കുന്നത് ഒരൊറ്റ ബോധം അഥവാ അറിവാകുന്ന പരമസത്യം തന്നെ എന്നതാണ് അറിവിന്റെ അവസാന പാഠം. അപ്പൊ നമ്മൾ അറിവിന്റെ അവസാന പാഠത്തിലോട്ട് എത്തുകയാണ്. ഈ അറിവാകുന്ന സത്യത്തെയാണ് ആത്മാവ് എന്ന് വിളിക്കുന്നത്. ഇതെല്ലാം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഈ അറിവാകുന്ന സത്യത്തെ, അതായത് സത്യം എന്നത് അറിവാകുന്നു. അറിവെന്താണ്? ബോധം. ബോധത്തിനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ പച്ച മലയാളത്തിൽ അറിവ് എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് ഗുരുവിന്റെ കൃതികളിൽ മുഴുവൻ അറിവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അറിവ് എന്നൊരു പ്രത്യേക കൃതി തന്നെ ഉണ്ട്. അദ്വൈതാനുഭൂതി എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട് അറിവിനെ പറയുന്ന. പരമാവധി ബോധമത്രേ എന്ന് പറയുന്ന അവിടെയാണ്. അതുപോലെ ആത്മോപദേശതകം തുടങ്ങുന്നത് തന്നെ അറിവിലാണ്. അപ്പോ അതിനിടയ്ക്കുള്ള എത്രയോ ശ്ലോകങ്ങളിൽ അറിവ് എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നു. അപ്പോ നമ്മളും ഇത് ആരുടെ അറിവാണ് എന്ന് അന്വേഷിക്കണം. അറിവാണ് സ്വരൂപമെങ്കിൽ ആരുടെ അറിവാണ്? ആ ഹരിയുടെ ചോദ്യം അതാണ്. അപ്പൊ ഗുരു പറയുന്നു, ആരുടെയും അറിവല്ല, ഒരൊറ്റ അറിവേ സത്യമായുള്ളൂവെങ്കിൽ അത് മറ്റൊന്നിന്റെ അറിവായിരിക്കാൻ ആവുകയില്ലല്ലോ. വസ്തു ഒന്നേ ഉള്ളൂവെങ്കിൽ രണ്ടാമതൊന്നില്ല. അപ്പൊ ഹരി ചോദിക്കുകയാണ് വീണ്ടും, അയ്യോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ്. ഗുരു പറയണു, തന്നിൽ ബോധമുണ്ടെന്ന് തനിക്കറിയാമോ? ഈ ചോദ്യമെല്ലാം നമ്മൾ ചോദിക്കേണ്ടതാണ് കുട്ടികളോട്. ഇങ്ങനെ ചോദിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നന്ന്, അല്ലെങ്കിൽ ചോദ്യ ഉത്തരവും നമ്മൾ തന്നെ പറയേണ്ടി വരും. പക്ഷെ അതൊന്നും ഒരു ശ്രമമായിട്ട് കാണണ്ട. കാരണം ഇതെല്ലാം നമുക്ക് അനുഭവം ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് അത്യന്തം എന്താ പറയാ, ഇതിനെല്ലാം ആനന്ദമായിട്ട് നമുക്ക് പകർന്നു കൊടുക്കാം മറ്റുള്ളവരിലോട്ട്. അപ്പോ ഹരി പറയാണ്, തന്നിൽ ബോധമുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഏതൊരു കുട്ടിയും പറയും അറിയാം എന്നാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ പലരും ഈശ്വരൻ ഇല്ല എന്ന് പറയും. ഈശ്വരവാദികൾ സാധാരണ രീതിയിൽ പറയുക ഈശ്വരൻ ഇല്ല എന്നാണ്. അവരോട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ബോധമുണ്ടോ? നിങ്ങൾക്ക് ബോധമുണ്ടോ? യഥാർത്ഥ ബോധത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അപ്പൊ പറയും അതില്ല എന്ന് നിരാകരിക്കാൻ ഇവിടെ ആർക്കെങ്കിലും സാധിക്കുമോ? സാധിക്കില്ല. അപ്പോ ഇവിടെ ഒന്നിനെ കുറിച്ച് നമ്മൾ ആരും ആകുലപ്പെടേണ്ട. അറിയാത്തവര് ഈ പറഞ്ഞതുപോലെ അറിയാത്തത് കൊണ്ടാണ് പറയുന്നത്, അജ്ഞാനം കൊണ്ട് പറയുന്നതാണ്. അതിനൊന്നും നമ്മൾ പോയി നോക്കേണ്ട കാര്യമില്ല. പക്ഷെ അറിവ് അന്വേഷിച്ചു വരുന്നവരോട് ഈ ചോദ്യം നല്ലതാണ്. ബോധം ഇല്ല എന്ന് നിരാകരിക്കാൻ ഇവിടെ ആർക്കാ സാധിക്കുക? നാവില്ല എന്ന് ഒരാള് ഉറക്കെ വിളിച്ചു പറയുകയാണ്, എനിക്ക് നാവില്ല എന്ന് വിളിച്ചു പറഞ്ഞാൽ അയാൾക്ക് നാവില്ല എന്ന് കേൾക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? കാരണം നാവില്ലാതെ അയാൾ എങ്ങനെയാണ് ഇത്ര ഉറക്കെ വിളിച്ചു പറയുന്നത്? അതുപോലെയുള്ളൂ ഇവിടെ ഈശ്വരനില്ല എന്ന് വിളിച്ചു പറയുന്നത്. ഈശ്വരനില്ല എന്ന് വിളിച്ചു പറയാൻ പോലും ഈശ്വരനാകുന്ന ബോധസ്വരൂപം ഉള്ളിലുണ്ടായിരിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെയൊക്കെ സംശയം നമുക്ക് പെട്ടെന്ന് പോകും. കാരണം ഈ സത്യം അറിഞ്ഞാൽ എന്ത് സംശയം എന്നാണ്. ഈ സത്യം അറിഞ്ഞാൽ ചിദ്യന്തേ ഹൃദയഗ്രന്ഥി, ഞാൻ എന്റേത് എന്നുള്ളത് പേടിച്ചു പോകും. പിന്നെ ഞാനും എന്റേതും അല്ല, അവിടെ പിന്നെ ആത്മാവാണ്, ആത്മസ്വരൂപം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ പോയാൽ എന്റേതും പോവും. ചിദ്യന്തേ ഹൃദയഗ്രന്ഥി എന്നാണ്. ചിദ്യന്തേ ചിഹ്ന സംശയാഹ, എല്ലാ സംശയങ്ങളും ഛേദിച്ചു കളയുക. അത് അവിടെയാണ് ക്ഷീയന്തേ സർവകർമാണി, സകല സംശയങ്ങളും വികല്പങ്ങളും ഒക്കെ നിന്ന്
എല്ലാ സങ്കല്പങ്ങളും അവസാനിച്ച് ചെയ്യന്തേ സർവകർമാണി തസ്മിൻ ദൃഷ്ടേ പരാപരേ. ഉപനിഷത്ത് മന്ത്രാണ്. ആ സത്യത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെയും സ്ഥിതി അത് തന്നെ. അനുഭവം പൂർണ്ണമായാൽ ഒരു സംശയവും പിന്നെ ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഇതിനെ ആവർത്തിച്ച് വായിച്ച് അനുഭവയോഗ്യമാക്കണം. അതല്ലെങ്കിൽ വെറും ഒരു പഠന സാമഗ്രിയായിട്ട് കാണരുത്. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ കുറെ പുസ്തകങ്ങൾ പഠിച്ചതുപോലെ ആവുള്ളൂ. ഇവിടെ ഓരോ അധ്യായത്തിലൂടെയും നല്ല ക്ഷമയോടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അതിനെ വീണ്ടും വീണ്ടും മനനം ചെയ്ത് അതിനെ ധ്യാനമാക്കണം. അടുത്ത അധ്യായം അത് പറയുകയും ചെയ്യും. ആ ശ്രവണ മനന നിധിധ്യാസനങ്ങളുടെ പ്രത്യേകത അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പറയും. എന്നാൽ ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ അറിവ് എത്ര വലുതാണ്. അപ്പൊ ഗുരു ചോദിക്കുകയാണ്, അപ്പൊ ബോധമുണ്ടെന്ന് അറിയാലോ, അപ്പൊ അറിവ് എത്ര വലുതാണ്? ഹരി പറയണു അത് ചെറിയ ഒന്നാണ്, എനിക്കറിയാവുന്നത് അല്പം മാത്രമാണല്ലോ. ഇവിടെയാണ് എല്ലാവരും ഈ ഒരു അറിവിന്റെ കാര്യത്തിൽ തകർന്നു പോകുന്നത്. കാരണം അറിവ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും അവിടുന്നും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഗ്രഹിച്ച അറിവിനെയാണ്. ആ അറിവ് പലരും പറയുന്ന നമുക്ക് കുറച്ച് പഠിത്തമല്ലേ ഉള്ളൂ, അപ്പൊ എനിക്ക് ചെറിയ അറിവാണുള്ളത്. നിങ്ങൾ അറിവേ സ്വരൂപം. ആ അറിവിൽ ഇരുന്നു കൊണ്ടാണ്, ബോധമാകുന്ന അറിവിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് അറിയാമെന്നും അറിഞ്ഞുകൂടാന്നും പറയുന്നത് ബോധത്തിൽ ഇരുന്നു കൊണ്ടാണ്. അതിന്റെ വ്യാപ്തി ഒന്ന് നോക്കൂ എവിടം വരെയാണെന്ന്. എന്തായാലും തനിക്ക് ഈ പകൽ സമയത്ത് രാത്രിയിൽ ആകാശത്തിൽ കാണാവുന്ന നക്ഷത്രങ്ങളെ ഭാവന ചെയ്യാൻ കഴിയുന്നുണ്ടോ? വലിയ ചോദ്യം. അവനവൻ ആലോചിച്ച് നോക്കേണ്ടതാണ്. നമുക്ക് എന്തെല്ലാം ഭാവന ചെയ്ത് അറിയാൻ കഴിയുന്നുണ്ട്? എന്തും ഭാവന ചെയ്യും. സ്വർഗവും നരകവും എന്തെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു പുരാണം എടുത്ത് വായിച്ചാൽ മതി, അതിന്റെ ലോകം മുഴുവൻ നമ്മുടെ ഉള്ളിൽ കയറും. വൈകുണ്ഠവും കൈലാസവും നമ്മൾ എന്തെല്ലാമാണോ ഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ഒക്കെ നമ്മുടെ ഭാവനയിലെ ലോകങ്ങളാണ്. ഇതിനെല്ലാം അറിയുന്നുണ്ടല്ലോ. അപ്പൊ ഈ അറിവ് എന്താണ്? നമ്മൾ ആകാശത്തിൽ നക്ഷത്രങ്ങളെ കാണുന്നു, അഖണ്ഡകോടി ബ്രഹ്മാണ്ടങ്ങളെ ഭാവന ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ്? ഈ ഭാവന ചെയ്യാൻ കഴിയുന്നതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഇപ്പോൾ തന്റെ അറിവിന് പുറത്താണോ അകത്താണോ? ചോദിക്കണം. ആകാശത്തിൽ രാത്രി നക്ഷത്രങ്ങളെ ഒന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ അന്വേഷിക്കണം, ഈ നക്ഷത്രം എന്റെ അറിവിന് പുറത്താണോ അകത്താണോ? ഒരു സംശയമില്ല, എന്റെ അറിവിന് അകത്താണ്. അതിന്റെ അർത്ഥം എന്താണ്? തന്റെ അറിവ് അനന്താകാശം വരെ വിസ്തൃതിയുള്ളതാണ് എന്നല്ലേ? ആകാശത്തിനെയും കടന്നു നിൽക്കുന്നു അത്. അതെ, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇനി വീണ്ടും ഗുരു ചോദിക്കുകയാണ്, അപ്പോൾ തന്റെ അറിവിന് പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? ഹരി പറയണോ ഉണ്ട്. അതെല്ലാം തന്റെ അറിവിന് പുറത്തുള്ളതാണെന്ന് താൻ അറിയുകയല്ലേ ചെയ്യുന്നത്? അതെ, അതായത് അറിവിന് പുറത്തെന്ന് പറഞ്ഞാൽ തനിക്ക് അറിയാൻ പാടില്ലാത്തത്. തന്റെ അറിവിനെയും കടന്ന് തനിക്ക് അറിയാൻ പാടില്ല എന്ന ഒരു അറിവും തന്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അറിഞ്ഞിട്ടില്ലാത്തതെന്ന തരത്തിൽ അവയെ അറിയുകയല്ലേ ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, അറിഞ്ഞിടത്തോളം ഉള്ളത് മാത്രമല്ല ഇരിക്കുന്നത്, തനിക്ക് എന്തൊക്കെയോ അറിയാൻ പാടില്ല എന്നുള്ള അറിവും തന്റെ ഉള്ളിലുണ്ട്. അറിഞ്ഞതും അറിയാൻ പാടില്ലാത്തതും നിൽക്കുന്നത് നമ്മുടെ അപരോക്ഷമായ അറിവിലാണ്. നമ്മൾ അറിഞ്ഞതും, അതായത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും കൊണ്ടൊക്കെ അറിഞ്ഞ് ഗ്രഹിച്ച് വെച്ചിരിക്കുന്നതും, എന്നാൽ എനിക്ക് അറിയാൻ പാടില്ല എന്ന് നമുക്ക് തോന്നുന്നതും ഒക്കെ നമ്മുടെ അറിവിനകത്താണ്. അപ്പോ അറിഞ്ഞിട്ടുള്ളതും അറിഞ്ഞിട്ടില്ലാത്തതും, അഥവാ അറിവിനകത്തുള്ളതും അറിവിന് പുറത്തുള്ളതും എല്ലാം അറിവിൽ തന്നെയാണ് ഉള്ളതെന്നല്ലേ അപ്പോൾ വരുന്നത്. നോക്കൂ, ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചു നോക്കേണ്ടതാണ്. അത് പഠിപ്പിക്കുമ്പോൾ പോലും ഇതിനെ ആവർത്തിച്ച് പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കണം. അപ്പോ ഹരി പറഞ്ഞു, അതെ, ഇത് വിശ്വസിക്കാൻ തോന്നുന്നില്ല, അറിവല്ലാതെ മറ്റൊന്നും ഇല്ലെന്നാണല്ലോ അപ്പോ വരുന്നത്. കണ്ടോ, അറിവിനെ അകത്തും പുറത്തും ഒക്കെ കാണുകയാണ്. ഈശാവാസ്യം ഇതം സർവം. ആ അറിവിനെ ഈശ്വരനാണെന്ന് കാണണം. ഈശ്വരൻ തന്നെയാണ് ബ്രഹ്മവസ്തു സച്ചിദാനന്ദം. അങ്ങനെ ഗുരു പറഞ്ഞു പറഞ്ഞ് അറിവിന്റെ വ്യാപ്തി അനന്തമാണ്. ഇനി പറയുന്നതും നമ്മൾ കുറച്ചൊന്ന് ദൃഷ്ടാന്തത്തിൽ നമ്മുടെ ഉള്ളിൽ ഗ്രഹിക്കണം നല്ലപോലെ. അറിവിന്റെ വ്യാപ്തി അനന്തമാണെങ്കിൽ അതിനെ വലിയൊരു വൃത്തമായി സങ്കല്പിക്കാം. പക്ഷെ രൂപമില്ല. വീണ്ടും ഞാൻ പറയണു, രൂപമില്ല. പക്ഷെ തൽക്കാലം ഇതിനെ ഒന്ന് അറിയാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ഒരു വൃത്തമായി സങ്കല്പിച്ചാൽ ആ വൃത്തത്തിന്റെ വ്യാപ്തി അനന്തതയോളം വലുതാണ്. അതായത് വലിയ ഒരു വ്യാപ്തിയുള്ള വൃത്തമാണ്. തന്റെ അറിവിന്റെ കേന്ദ്രം എവിടെയാണ്? നമ്മുടെ ഉള്ളില് അറിവിനെ ഇങ്ങനെ കണ്ടാൽ ഈ വലിയ ഈ ഒരു ചുറ്റളവിൽ നിൽക്കുന്നത്. അപ്പോ അതിനകത്ത് നിൽക്കുന്ന കേന്ദ്രം എവിടെയാണ്? ഞാൻ എന്നതാണ്. ഞാൻ എന്ന കേന്ദ്രത്തിനെ ചുറ്റിയാണ് ഈ അനന്തമായ വൃത്തത്തിനെ ഞാൻ സങ്കല്പിച്ചിരിക്കുന്നത്. അറിവായ അനന്തമായ വൃത്തത്തിനെ ഞാനിപ്പോ സങ്കല്പിച്ചിരിക്കുന്നത് ഞാൻ എന്ന കേന്ദ്രത്തിലാണ്.
അപ്പോ ഗുരു പറഞ്ഞു, അപ്പോൾ അനന്തമായ വിസ്തൃതിയുള്ള തന്റെ അറിവാകുന്ന വൃത്തത്തിന്റെ കേന്ദ്രം താൻ തന്നെയായിരിക്കും. അവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. വൃത്തത്തിന്റെ വിസ്തീർണവും പരിധിയും അനന്തതയോളം വലുതാകുമ്പോൾ അതിന്റെ കേന്ദ്രം അതിനുള്ളിൽ എവിടെ വേണമെങ്കിലും ആയിരിക്കാം. അപ്പൊ നമ്മള് വൃത്തത്തിന്റെ വിസ്തീർണവും പരിധിയും വൃത്തത്തിന്റെ ആ അടയാളപ്പെടുത്തിയ രൂപത്തിൽ നിന്നും വിട്ടാൽ അത് പിന്നെ അനന്തമായി നിൽക്കും. അനന്തമായി രൂപമില്ലാത്ത ആ വ്യാപ്തി വന്നാൽ ആ അനന്തതയിൽ കേന്ദ്രം എവിടെയാണെന്ന് പറയും? അതിന് പ്രത്യേകിച്ച് പറയാൻ മധ്യഭാഗത്ത് ഒരു കേന്ദ്രമില്ല. വൃത്തമാണെങ്കിലേ അതിന് കേന്ദ്രമുള്ളൂ. ഇത് വൃത്തത്തിനെയും നമ്മൾ സങ്കല്പാതീതമാക്കി അനന്തതയിലാക്കി. അപ്പോ ആ കേന്ദ്രം അനന്തമായ വൃത്തം ഒന്നേ ഉണ്ടാവുകയും ഉള്ളൂ. അനന്തമായ വൃത്തമാണ്, നമുക്ക് അതിരില്ലാത്ത വൃത്തമായിട്ട് സങ്കല്പിച്ചത്. അതെങ്ങും അവസാനിക്കുന്നില്ല, എങ്ങും നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ അതിന് ഒരു പ്രത്യേക കേന്ദ്രം ഉണ്ടാകാൻ കഴിയും. തന്റെ നോട്ടത്തിൽ താനാണ് അതിന്റെ കേന്ദ്രം, എന്റെ നോട്ടത്തിൽ ഞാനാണ് അതിന്റെ കേന്ദ്രം. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വിചാരം ചെയ്തു നോക്കൂ. ഈ കാണുന്ന എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ലോകമാകുന്ന തന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അറിവിന്റെ കേന്ദ്രം ഞാനാണ്. എന്നിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാനുണ്ടോ? പ്രപഞ്ചമുണ്ട്. ഞാനില്ലയോ? പ്രപഞ്ചമില്ല. ഞാൻ എവിടെയാണ്? ബോധത്തിലാണ്. അറിവുണ്ടോ? ബോധമാകുന്ന അറിവുണ്ടോ? ഞാനുണ്ട്. ബോധമില്ലയോ? ഞാനില്ല. ആ ബോധത്തിനെ എങ്ങും അനന്തമായ വൃത്തമായി സങ്കല്പിച്ചാൽ ഇങ്ങനെ അനേകം കേന്ദ്രങ്ങളായി ഓരോരുത്തരും പറയുന്ന ഞാനുണ്ട്, ഞാനാണെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയിരിക്കും? ഓരോരുത്തരുടെയും നോട്ടത്തിൽ അവരവരാണ് അതിന്റെ കേന്ദ്രം. അതൊക്കെ ശരിയുമാണ്. അപ്പോഴൊന്നും അറിവ് ഒന്നാണെന്നതിന് മാറ്റം സംഭവിക്കുന്നില്ല. ബോധം എങ്ങും നിറഞ്ഞു നിൽക്കുന്നതാണ്. എല്ലായിടത്തും അകവും പുറവും നിറഞ്ഞു നിൽക്കും മഹിമാവാർന്ന നിൻപദം. അപ്പൊ ഇനി പറയാൻ ഒരു വൃത്തത്തെ പറ്റി നമുക്ക് പറയണമെങ്കിൽ എന്തിനെ ചൂണ്ടിക്കൊണ്ട് പറയും? അപ്പൊ ഹരി പറഞ്ഞു, അത് ഇന്ന കേന്ദ്രത്തോടുകൂടിയ വൃത്തം, ഇന്ന പരിധിയോടുകൂടിയ വൃത്തം, ഇന്ന വിസ്തൃതിയോടുകൂടിയ വൃത്തം എന്നൊക്കെ പറയും. ഇനി അതായത് വൃത്തത്തിനെ നമുക്ക് പറയണമെങ്കിൽ ഇതിനെല്ലാം എന്ത് വേണം? ഒരു അളവുണ്ടായിരിക്കണം, അത് പ്രമേയമായിരിക്കണം, അളന്നെടുക്കാൻ പറ്റുന്നതായിരിക്കണം. പക്ഷേ അറിവാകുന്ന അനന്തവൃത്തത്തെ സംബന്ധിച്ചും അതിന്റെ കേന്ദ്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുമ്പോൾ നമുക്കതിനെ ആത്മാവ് എന്ന് വിളിക്കാം. അത് അനന്തമായ വൃത്തമാണ്, അതിന് പ്രത്യേകിച്ച് അളവുകളില്ല, അപ്രമേയമാണ്. അതേ വൃത്തത്തെ പറ്റി തന്നെ നമുക്ക് അതിന്റെ അനന്തമായ പരിധിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുമ്പോൾ അതിനെ ബ്രഹ്മം എന്നും വിളിക്കാം. അപ്പോ അറിവാകുന്ന സ്വരൂപം എങ്ങും നിറഞ്ഞു നിൽക്കുന്നതാണ്. ബോധം എവിടെയും നിറഞ്ഞു നിൽക്കുന്നു. അത് തന്റെ കേന്ദ്രത്തിലോട്ട് നോക്കി പറഞ്ഞാൽ അതിനെ ഞാൻ എന്ന ആത്മാവെന്ന് വിളിക്കാം. അതിനെ അനന്തതയിലേക്ക് നോക്കി നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ ബ്രഹ്മം എന്നും വിളിക്കാം. ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിന്റെ വിസ്തൃതിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുമ്പോൾ അത് അറിവാണ് അഥവാ ചിത്താണ്. ചിത്തമല്ല, ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം, ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നാണ്. അപ്പൊ അത് തെറ്റിപ്പോരുത് ആർക്കും. ചിത്താണ്. എങ്ങോട്ട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞാലും വൃത്തം ഒന്നാണ്. അതായത് ഞാൻ എന്നിലേക്ക് ചൂണ്ടിയാലും പുറമേ ബ്രഹ്മമാകുന്ന അനന്തതയിലേക്ക് ചൂണ്ടിയാലും എല്ലായിടത്തും ആ വൃത്തം ഒന്നാണ്. അതിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഈ ഏകതയെയാണ് വേദാന്ത ശാസ്ത്രത്തിൽ ആത്മബ്രഹ്മൈക്യം എന്ന് വിളിച്ചു പോരുന്നത്. ഇപ്പറഞ്ഞ അറിവാകുന്ന സത്യത്തെ തന്നെയാണ് ഉപനിഷത്തിന്റെ തുടക്കത്തിൽ ഈശ്വരൻ എന്ന് വിളിച്ചത്. ഈശാവാസ്യം ഇതം സർവം എന്ന് വിളിച്ചത്. അപ്പൊ പറഞ്ഞു വന്ന് അതിനെ കൊണ്ടുവന്ന് ആദ്യത്തേതിൽ നമ്മൾ കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം. അത് ഏതർത്ഥത്തിലാണെന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ സത്യത്തെ സൂചിപ്പിക്കുന്ന ഏക അക്ഷരമാണ് ഓം. ഈ സത്യത്തിനെ, അനന്തമായ സത്യത്തിനെ, അപ്രമേയമായ സത്യത്തിനെ, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്യത്തിനെ ഒരക്ഷരത്തിൽ വർണ്ണിച്ചതാണ് ഓം. ആ ഓംകാരം, അതാണ് പറഞ്ഞ ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയതു. കണ്ടില്ലേ? വീണ്ടും ആലോചിച്ച് നോക്കൂ ഈ പറഞ്ഞ വരികൾ എങ്ങനെയാണെന്ന്. അതായത് ഞാൻ എന്ന ആത്മാവ് തന്നെയാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം. ഞാൻ എന്ന ആ ബോധം തന്നെയാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചമായി കാണപ്പെടുന്ന തന്നിൽ അനുഭവത്തിനെ ഉണ്ടാക്കുന്ന ബ്രഹ്മസ്വരൂപമായ വസ്തു. ബ്രഹ്മം എന്നാൽ ബോധം പെരുകി കാണപ്പെടുന്നത് എന്നാണ് അർത്ഥം. ബ്രഹ്മം ആണ് പെരുകി കാണപ്പെടുന്ന പ്രപഞ്ചം. ബോധം പെരുകി കാണപ്പെടുന്നതാണ് ബ്രഹ്മം എന്ന് തന്നെയാണ് വേദാന്തവും പറയുന്നത്.
അപ്പോ ബോധം എവിടെയാണ്? തന്റെ ഉള്ളിൽ ആദ്യം സാക്ഷാത്കരിക്കണം. താൻ ആരാണ് എന്ന് വിചാരം ചെയ്ത് തന്റെ ഉള്ളിൽ ആ അറിവേ സ്വരൂപമാകുന്ന വസ്തുവിലെത്തിയാൽ ആ ഹൃദയപത്മത്തിലുള്ള ബോധസ്വരൂപം തന്നെയാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആത്മസ്വരൂപം. ആത്മാവും ബ്രഹ്മവും ഒന്ന് തന്നെയാണ്. അപ്പോ ജീവബ്രഹ്മ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ചുവട് വെച്ചു നമ്മൾ ഈ അധ്യായത്തില്. കുറച്ചൊന്ന് വിചാര മനനങ്ങളോടുകൂടി ഇതിനെ യുക്തിപൂർവം സമീപിച്ചാൽ ഇത് നമുക്ക് അനുഭവമാകും. ഇത് അല്പമെങ്കിലും അനുഭവിച്ചാൽ അതിന്റെ ആത്മാനുഭൂതി പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് മനസ്സിലായി കാണും. എങ്ങനെ പറയാനാണ്? അതൊന്നും വർണ്ണിക്കാനേ സാധ്യമില്ല. അനുഭവിക്കണം. അല്പമെങ്കിലും അറിഞ്ഞു പോകണം ഇവിടുന്ന്. അതെന്തുകൊണ്ടാണ്? നമുക്ക് സുലഭമായിരിക്കുന്നതായതുകൊണ്ട്. നമ്മളെങ്ങും പോകണ്ട ഇതിനെ കണ്ടുപിടിക്കാൻ. തന്റെ തന്നെ ഉള്ളിലാണ് ഞാൻ എന്ന അനുഭവം. ഒന്നും സാധിച്ചില്ലയോ, ഞാൻ 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 എന്ന് ജപിച്ചു നോക്കൂ. ചിലപ്പോ ആ ഞാൻ തന്നെ അതിനെ കൊണ്ടുവന്ന് എത്തിച്ചു തരും. അതിലൂടെ നമ്മൾ അവിടെ എത്തും. ഓം എന്ന് സാക്ഷാത്കരിച്ചാലേ എത്തും. അതൊക്കെ പ്രയാസമാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഞാൻ ആരാണ്, ഈ ഞാൻ എന്താണ് എപ്പോഴും വിചാരം ചെയ്യണം. അത് ഒരിടത്തിരുന്നിട്ടല്ല. ഈ ജീവിതാനുഭവങ്ങളിലെല്ലാം ഓർമ്മിക്കുമ്പോ ഈ ഞാൻ ആരാണ്, ഈ ഞാൻ എന്താണ്, അവസാനം നമുക്ക് തെളിയും. ഞാൻ എന്നത് ബോധമാകുന്നു, ഞാൻ എന്നത് ഉണ്മയാകുന്നു, സ്വയം ഉണ്ട് എന്ന് അനുഭവിക്കുന്ന ആ അനുഭൂതിയാണ് ഞാൻ എന്ന് നമുക്ക് പിടികിട്ടും. എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.